ഹായ് മകളെ, തമ്പ് കണ്ടു വന്നവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. സംഗതി സത്യം തന്നെയാണ്. നിങ്ങളെ വെറുതെ തമ്പിൽ കൊടുത്ത് വരുത്തിച്ചതൊന്നുമല്ല. പ്രിയപ്പെട്ട മകളെ, SSLC 2025 എന്ന് പറയുന്ന എക്സാം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിൽ ഒട്ടുമിക്ക കുട്ടികളും ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. അതായത് 80 മാർക്കിൻ്റെ ചോദ്യപേപ്പർ, അതിൽ തന്നെ 110 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. അതിൽ 80 മാർക്ക് വാങ്ങുന്ന കുട്ടി ഫുൾ മാർക്കാണ്. 72 മാർക്ക് എഴുതി വാങ്ങുന്ന കുട്ടിക്കും സി മാർക്ക് ഇല്ലാതെ തന്നെ ഫുൾ മാർക്കാണ്. ഇനി സി മാർക്ക് കൂടി ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 110 വെറും 70 മാർക്ക് വാങ്ങിയാൽ ആ കുട്ടിക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ A+ ആണ് എന്നതാണ് നഗ്നമായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത്. പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് 110 70 മാർക്ക് വാങ്ങിയാൽ A+ കിട്ടുമോ എന്നുള്ളത്. ഓപ്ഷൻസ് അടക്കമുള്ള ചോദ്യങ്ങൾ പ്രകാരം 110 മാർക്കിനായിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവുക. അതിൽ 70 മാർക്ക് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 11 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും 2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പാസ്സാണ്. അത് D+ ഗ്രേഡ് കിട്ടാൻ സിമ്പിളായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് 3ാമത്തെ ചാപ്റ്റർ, ഒട്ടുമിക്ക കുട്ടികൾക്കും എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് D+ കിട്ടാനുള്ള മാർക്ക് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അത്രയും സിമ്പിൾ ആയിക്കൊണ്ട് പാസ്സാവാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അല്ല, ചിത്രങ്ങളൊക്കെ വരക്കാൻ അറിയുന്ന ആൾക്കാരാണ്, കൺസ്ട്രക്ഷനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത് മാത്രം മതി. 2-3 ചാപ്റ്റർ, ആകെ 2 ചാപ്റ്ററിലാണ് മെയിനായിട്ട് ചിത്രങ്ങൾ വരക്കാനുള്ളത്. അത് മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സാർ 24 മാർക്ക് വേണ്ടേ പാസ്സായി? 24 മാർക്കൊന്നും പാസ്സാവാൻ വേണ്ട. നിങ്ങളുടെ സി മാർക്ക് അടക്കം ഒരു 15-16 മാർക്കൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത് പാസ്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നല്ല മാർക്കോട് കൂടി വിജയിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 6 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് A+ കിട്ടാൻ 11 ചാപ്റ്റർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 6 ചാപ്റ്റർ പഠിച്ചാൽ മതി. ആ 6 ചാപ്റ്ററും വൃത്തിയിൽ പഠിക്കണം. അതായത് പെർഫെക്റ്റ് ആയിട്ട് അത് മാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പല ആളുകളും തയ്യാറല്ല. കാരണം അതിൻ്റെയൊക്കെ ഒരു ഹൈ ലെവലിൽ വരികയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ A+ പോവില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 6 ചാപ്റ്റർ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കുക. അത് മാക്സിമം നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അത് മാക്സിമം അതിലെ ചോദ്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ അത് 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2ാമതായിട്ട് ഇമ്പോർട്ടൻറ്റ് വരുന്നത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അതും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ചാപ്റ്ററിനായിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു 12 മാർക്ക് മുതൽ 14 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. 3ാമതായിട്ട് വരുന്നത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. ഇതിൽ നിന്നും സമാനമായുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ടാൻജൻസ് അഥവാ തൊടുവരകൾ. ഇതിനെല്ലാം ഒരു 12 മാർക്ക് മുതൽ 14 മാർക്ക് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. ഏകദേശം 10 മാർക്ക് മുതൽ 12 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ട്രിഗണോമെട്രി അതേപോലെ തന്നെ വരുന്നൊരു ചാപ്റ്ററാണ് ജിയോമെട്രി ആൻഡ് ആൾജിബ്ര. അപ്പോൾ 7 ചാപ്റ്റർ ഞാൻ പറഞ്ഞു. ഈ 7 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. 80-ൽ 80 ആണ്. അതിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ മാറ്റി വെച്ചാലും നിങ്ങൾക്ക് A+ കിട്ടാനുള്ള മാർക്ക് അതിലുണ്ടാവുന്നതാണ്. ബാക്കി ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ബോണസ് കിട്ടാൻ പറ്റുന്നൊരു ചാപ്റ്ററുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക്, പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതങ്ങൾ, അങ്ങനെ 2nd ഡിഗ്രി അഥവാ 2ാം ഡിഗ്രി ഈ സമവാക്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും എന്ന് നമുക്കറിയാം. നമ്മുടെ ലൈവിൽ നിങ്ങൾക്ക് ഈ ചാനലിലൊന്ന് പോയി നോക്കിയാൽ അവിടെ ഓരോ സബ്ജക്റ്റ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലൈവ് അവിടെ കാണാം. അതൊന്ന് പോയി കാണുക കേട്ടോ. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മാത്തമാറ്റിക്സ് എന്ന് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏത് ലെവലിൽ വന്നാലും അതിനൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ, വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ എപ്പോഴും നിരന്തരം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട. മാത്തമാറ്റിക്സ് നമ്മൾ എന്ത് വില കൊടുത്തും സെറ്റാക്കി തന്നെ ചെയ്യും. ബാക്കി സബ്ജക്റ്റ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങളുടെ എല്ലാ SSLC വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അതുവരെയും ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. Bye-bye.